ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ത്രിഫല ചൂർണത്തിനെ കുറിച്ച് പറയാനാണ്. ത്രിഫല ചൂർണത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അതെങ്ങനെ കഴിച്ചാലാണ് ആ ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ത്രിഫല ചൂർണത്തിൻ്റെ 10 ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ആയുർവേദത്തിലെ അത്ഭുത ഔഷധമാണ് ത്രിഫല എന്ന് പറയുന്നത്. ത്രിഫല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ വേടി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. 3 എന്ന് പറയുമ്പോൾ മൂന്ന് ഫലങ്ങളുടെ മിശ്രിതമാണ് ത്രിഫല. അതായത് നെല്ലിക്ക, താനിക്ക, കടുക്ക എന്നീ 3 ഫലങ്ങളുടെ മിശ്രിതമാണ് ത്രിഫല എന്ന് പറയുന്നത്. ഒരുപാട് അസുഖങ്ങൾക്ക് നമുക്ക് ഈ ത്രിഫല ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ച് വിശദമായിട്ട് പറയാം. ഏതൊക്കെ അസുഖത്തിന് നമുക്ക് ത്രിഫല ഉപയോഗിക്കാം, അത് എങ്ങനെ കഴിച്ചാലാണ് അതിന് ഫലം കിട്ടുന്നതെന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കിപ്പോവാം. ആദ്യത്തെ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ത്രിഫല ചൂർണത്തിന് കഴിയും. അതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉള്ളത് കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ഇൻക്രീസ് ചെയ്യിക്കാനും പിന്നെ അതുപോലെ നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് ഡെയിലി കഴിക്കുന്നത് വഴി നമുക്ക് സാധിക്കും. അടുത്തായിട്ട് നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഇത് എങ്ങനെ നമുക്ക് ഹെൽപ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അത് എങ്ങനെ ഏത് രീതിയിൽ കഴിക്കണമെന്നും നമുക്ക് നോക്കാം. ദഹനം കൃത്യമായി നടക്കുന്നതിനും മലബന്ധം ഒഴിവാക്കുന്നതിനും വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഗ്യാസ്, അസിഡിറ്റി എന്നിങ്ങനെയുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പരമായിട്ടുണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചീത്ത കൊളസ്ട്രോള്, അതായത് LDL കുറയ്ക്കാനായിട്ടും പിന്നെ വെയിറ്റ് ലോസിനും നമുക്ക് ഈ ത്രിഫല ചൂർണം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ 1 ടീസ്പൂൺ ത്രിഫല ചൂർണം 1 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം ഒരു ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോഴാണ് നന്നായി കലങ്ങുള്ളൂ. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുടിക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏർലി മോർണിംഗ് ആയിട്ടുള്ള ഒരു 4 മണി 5 മണി ആ ഒരു സമയത്ത് എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈമാണ് ആപ്റ്റായിട്ട് തോന്നുന്നത് വെച്ചാൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ദഹനം കൃത്യമായി നടക്കുന്നതിനും അതുപോലെ വെയിറ്റ് ലോസിനാണ് നിങ്ങൾ കഴിക്കുന്നത് വെച്ചാൽ ഏർലി മോർണിംഗ് കഴിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ദഹനത്തിനും. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു കംഫർട്ട് ടൈം വെച്ചിട്ട് നിങ്ങൾ കഴിക്കുക. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഫലം കിട്ടും. പിന്നെ കഴിച്ച ആ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് വെയിറ്റ് ലോസ് സംഭവിച്ചൊന്നും വരില്ല. ഒരു 2-3 വീക്ക് കൊണ്ട് നിങ്ങൾ ഡെയിലി ഈ ഒരു പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഫലം കാണും. അടുത്തതായിട്ട് പറയുന്നത് നമുക്കിത് ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രക്തക്കുഴലുകളൊക്കെ അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കി ബ്ലഡ് ഫ്ലോ സ്മൂത്താക്കാനും സർക്കുലേഷൻ നല്ല രീതിക്ക് നടക്കാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കപ്പ് വാട്ടറിലേക്ക് മുരിങ്ങയുടെ ഇലയും 1 ടീസ്പൂൺ ത്രിഫല ചൂർണം ഇട്ടിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ 2 കപ്പ് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം തിളപ്പിക്കാനായിട്ട്, ബോയിൽ ചെയ്തെടുക്കാൻ. എന്നിട്ട് അതൊരു 1 കപ്പിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ട് അത് നമ്മൾ ചൂടാറിയതിന് ശേഷം കുടിക്കുക. അപ്പോൾ നമുക്ക് ബ്ലഡ് പ്രഷറിൽ നല്ലൊരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. അടുത്തതായി ഡയബറ്റിക് പേഷ്യൻസിന് ത്രിഫല ചൂർണം എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നതെന്ന് നോക്കാം. ഇത് കഴിക്കുന്നത് വഴി പാൻക്രിയാസിനെ പ്രൊമോട്ട് ചെയ്ത് ഇൻസുലിൻ സെക്രീഷൻ ഇൻക്രീസ് ചെയ്യിക്കും. അതുപോലെ ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻസിനാണ് ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത്. അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ റെഡ്യൂസ് ചെയ്യിക്കാനും അതുപോലെ കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യാനും ഇതുവഴി സാധിക്കും. അപ്പോൾ ഇതിനായിട്ട് ഇവർ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ ത്രിഫല ചൂർണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 2 നേരം, അതായത് മോർണിംഗും ഈവനിങ്ങും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ ഇത് കഴിക്കുക. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കുക. അപ്പോൾ നല്ല രീതിക്ക് ബ്ലഡ് ഷുഗർ ലെവൽ കുറയും. ത്രിഫല ചൂർണത്തിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ് ഏജൻറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത് കഴിക്കുന്നത് വഴി രക്തം ശുദ്ധീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ത്രിഫല ചൂർണം 1 ഗ്ലാസ് വാട്ടർ, നോർമൽ വാട്ടർ, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയും കൂടി ഇട്ട് നമ്മൾ ഓവർനൈറ്റ് വയ്ക്കുക. പിറ്റത്തെ ദിവസം കാലത്ത് ഈ ഇഞ്ചി നന്നായി ഞരടിയെടുത്തതിന് ശേഷം നമ്മളത് അരിച്ചെടുത്ത് കുടിക്കുക. ഇത് നല്ലൊരു വാട്ടറാണ്. കാലത്ത് കുടിക്കുന്നത് വഴി നമുക്ക് രക്തം ശുദ്ധീകരിക്കാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് ഓറൽ ഹെൽത്തിന് ഇതെങ്ങനെ യൂസ്ഫുൾ ആണെന്ന് നോക്കാം. ഗംസിൽ നിന്നുള്ള ബ്ലീഡിങ് അതുപോലെ സ്റ്റെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പല്ലിലുള്ള സ്റ്റെയിൻസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് 2 രീതിയിൽ യൂസ് ചെയ്യാം. ടൂത്ത് പേസ്റ്റ് ആയിട്ടും മൗത്ത് വാഷ് ആയിട്ടും. ടൂത്ത് പേസ്റ്റ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് കുറച്ച് ത്രിഫല ചൂർണം എടുത്ത് കുറച്ച് വാട്ടറിൽ നന്നായി മിക്സ് ചെയ്ത് ഒരു തിക്ക് പേസ്റ്റാക്കി നമ്മുടെ ടൂത്ത് പേസ്റ്റിൻ്റെ ഒപ്പം നമുക്ക് യൂസ് ചെയ്യാം.
ഇനി മൗത്ത് വാഷ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ത്രിഫല ചൂർണ്ണ എടുക്കുക. 1/2 കപ്പ് ലൈറ്റ് ചൂടുവെള്ളവും കൂടി എടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് അത് കവിൾ കൊണ്ട് കഴിഞ്ഞാൽ നല്ലൊരു മൗത്ത് വാഷ് എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. അടുത്തതായിട്ട് ഹെയറിന് ഇതെങ്ങനെ യൂസ്ഫുൾ ആവുമെന്ന് നമുക്ക് നോക്കാം. നമുക്കിതൊരു ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ കുറച്ച് ത്രിഫല ചൂർണ്ണ എടുക്കുക, കുറച്ച് ലൈറ്റ് ചൂടുവെള്ളത്തിൽ ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. എന്നിട്ട് അത് നന്നായി സ്കാൽപ്പിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ കഴുകിക്കളയുക. ഇനിയിപ്പോൾ വെള്ളം പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മളിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് സ്കാൽപ്പിലൊക്കെ പിടിപ്പിക്കുക. അപ്പോൾ നമുക്ക് താരൻ പോകാനും അതുപോലെ തന്നെ മുടി നന്നായി വളരുന്നതിനും പിന്നെ നെല്ലിക്കുള്ളതുകൊണ്ട് നല്ല തണവ് കിട്ടും തലയ്ക്ക്. പിന്നെ നമ്മൾ ഈ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇതൊരു നല്ലൊരു പാക്കാണ്. എല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്തതായിട്ട് സ്കിന്നിന് ഇതെങ്ങനെ യൂസ്ഫുൾ ആവുമെന്ന് നോക്കാം. ഒരുപാട് പേർക്കുള്ളൊരു പ്രശ്നമാണ് മുഖക്കുരു. അപ്പോൾ ഈ പിമ്പിൾസ് വരാതിരിക്കാനും വന്നവർക്ക് അതിൻ്റെ പാടൊക്കെ പോകാനായിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ത്രിഫല ചൂർണ്ണ ഇട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. മുഖം നന്നായി കഴുകിയതിന് ശേഷം ഇതൊരു ഫേസ് മാസ്ക് ആയിട്ടോ പാക്കായിട്ടോ സ്ക്രബായിട്ടോ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഐ കെയർ ആണ്. അപ്പോൾ നമുക്ക് ഐസിന് ഇതെങ്ങനെ യൂസ്ഫുൾ ആവുമെന്ന് നോക്കാം. കാഴ്ചശക്തി കൂട്ടാനൊക്കെ ഇത് വളരെ നല്ലതാണ്. ഇത് ടീ ഇട്ട് കുടിക്കുന്നതും കാഴ്ചശക്തി കൂട്ടാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് ഒരു ഐസ് വാഷാണ്. അതിനായിട്ട് ത്രിഫല ചൂർണ്ണ എടുത്ത് നമ്മൾ ചൂടാക്കിയെടുക്കുക. വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ച് അത് സ്റ്റെയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് അത് കൂളായതിന് ശേഷം തണുത്താറിയതിന് ശേഷം മാത്രം നമ്മളത് കണ്ണ് കഴുകാനായിട്ട് യൂസ് ചെയ്യുക. അടുത്തായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഗൗട്ടിനും ആർത്രൈറ്റിസിനും യൂസ് ചെയ്യാവുന്നതാണ്. യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലുള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അത് ലോവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ത്രിഫല ചൂർണ്ണത്തിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇത് കഴിക്കുമ്പോൾ മൈൽഡ് ഡയറിയ പോലെ വരാം. അപ്പോൾ അത് കണ്ട് പേടിക്കേണ്ട, അതുണ്ടാവും. പിന്നെ വളരെ കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവൊന്ന് കുറയ്ക്കുക, അല്ലെങ്കിൽ 2 ദിവസം കഴിക്കാതിരിക്കുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും കാണുന്നതിനായിട്ട് ബെൽ ബട്ടൺ ഓൾ കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം.